ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിൻ്ററാണ്. സിഡ്നിക്ക് അടുത്തുള്ളൊരു സ്നോയി മൗണ്ടൈനിലേക്കാണ് ഇന്ന് പോകുന്നത്. അതും രാത്രിയിലാണ് പോകുന്നത്. ബസ്സിനാണ് പോകുന്നത്. ഏകദേശം ഒരു 5-5.5 മണിക്കൂർ സമയമെടുക്കും അവിടെ എത്താനായിട്ട്. ഇതവർ അതിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി തന്നാണ് നമുക്ക് ബ്രേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് രാത്രി പോയിട്ട് പിറ്റേ ദിവസം രാത്രി തിരിച്ചു വരുന്ന രീതിയിലാണ്. അത്യാവശ്യം ഒരു പുഷ് ബാക്ക് സീറ്റൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്. ഇപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ സമയത്ത് എടുത്തതാണ്. ആക്ച്വലി സിഡ്നിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ വരെ എത്തുന്നത്. ജിൻഡാബായിൽ എത്തുമ്പോൾ നിർത്തുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങളെല്ലാം റെൻ്റൽ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. നമുക്കൊരു ചെറിയൊരു ബ്രേക്കും കൂടി തരുന്ന ഇവിടെ നിന്നാണ്. വാഷ്റൂംസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവരുടേതായിട്ട് തന്നെ ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ നിന്നാണ് ക്ലോത്തിങ്സ് എല്ലാം റെൻറ്റിനെടുക്കാം. സ്കീസ് നമുക്ക് റെൻറ്റിനെടുക്കാം. അല്ലെങ്കിൽ സ്നോ ബോർഡിങ് ആവശ്യമുള്ള സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാം റെൻറ്റിനെടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ കൂടെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു അഫോർഡബിൾ പ്രൈസസ് ആണ്. മറ്റു നേരിട്ട് പോയി എടുക്കുന്നതിനേക്കാളും അഫോർഡബിൾ പ്രൈസസ് ആണ് അവിടെയുള്ള റെൻ്റലെല്ലാനും. ഏകദേശം കാലത്ത് 7 മണിയായപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, സ്നോ പീക്സ് എല്ലാം കാണാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് മഞ്ഞൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണ്. ഞാൻ വന്നത് ഓഗസ്റ്റിനകത്താണ്. പക്ഷേ അത്രയ്ക്കൊരു പീക്കല്ല. പീക്ക് കഴിയുന്നതിൻ്റെ ഒരു സമയത്തായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും അത്യാവശ്യം മൊത്തം മഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ത്രെഡ് ബോയിലേക്കാണ്. ഇവർക്ക് ത്രെഡ് ബോയിലേക്കും പെരിഷറിലേക്കും ഇവർക്ക് വണ്ടികളുണ്ട്. നമ്മൾ ഏർലി മോർണിംഗ് എത്തുന്ന കാരണം കൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല. നമുക്ക് സ്കീ റൈഡ്സ് അങ്ങനെ വല്ലതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമുണ്ട്. നമുക്കതുകൂടാതെ തന്നെ ഇവിടെ തന്നെ സ്കീ റിസോർട്ടിൽ തന്നെ വാഷ്റൂംസ് എല്ലാം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആൽപൈൻ കോസ്റ്ററാണ്. സദേൺ ഹെമിസ്ഫിയറിനകത്തുള്ള ഏറ്റവും വലിയൊരു ആൽപൈൻ കോസ്റ്ററാണ്. ഇവിടെ കാലത്ത് തന്നെ വരുമ്പോൾ നമുക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. So you're bringing that with you? Weird that. Yeah, I know. He told me that. Yeah, so I'm responsible for my belongings. ആക്ച്വലി അവരെ പോയിൻ്റ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു Insta360 ക്യാമറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി കൺസേൺ വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പേ തന്നെ ഞാൻ വേറൊരു സ്റ്റാഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു സാധനം എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ബാക്കി സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. So now we don't need to touch anything. No, mate. Just chill until you get up top and then just pin it. Okay, thanks, mate. It's good, brother. You know what you're doing, mate? ഇവിടെ നിന്നാണ് ഇനി റോളർ കോസ്റ്ററിൻ്റെ റൈഡ് തുടങ്ങുന്നത്. നമ്മളെ അവർ ബെൽറ്റൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഈ ക്യാമറ ഉള്ളപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ അത് പിടിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ അത് താഴെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് കിട്ടില്ല, അത് പോയത് പോയി എന്നുള്ളൊരു റിസ്കിനകത്താണ് ഞാനത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഇതിന് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് 2 കൈയിൻ്റെ സൈഡിലായിട്ടാണ് ഈ റൈഡിൻ്റെ 2 കൈയിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഒരെണ്ണം എന്തായാലും കൺട്രോൾ ചെയ്തോളണം. ഇപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മളിങ്ങനെ ഇരുന്നാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ നോർമൽ റോളർ കോസ്റ്ററിനകത്തൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന മാതിരി നമ്മൾ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു പോയിൻ്റ് വെച്ചത് ഫ്രീ ആവും. അപ്പോഴാണ് നമ്മളിതിൻ്റെ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം. നമ്മൾ സ്പീഡ് കൂട്ടുകയല്ല ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുക മാത്രമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 പേർക്ക് ഇരുന്ന് പോകാവുന്ന റൈഡറുണ്ട്. അതായത് നമുക്ക് 2 പേർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഒരെണ്ണത്തുമ്പോൾ നമുക്ക് ഇരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരാളിരിക്കണേമേ ഇരുന്നത്. അതുകൂടാതെ തന്നെ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ 2 പേർക്ക് ഇപ്പോൾ ഒരു കുട്ടീനെയൊക്കെ വെച്ച് പോകണമെങ്കിൽ 2 പേരെയും വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറിവിലെന്ന് വെച്ചാൽ 2 പേർക്കും അവരൊരു സേഫ്റ്റി ബെൽറ്റ് ഇടുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് മാതിരി തന്നെ നമ്മളത് ബെൽറ്റ് ഇട്ട് സെക്യൂർ ചെയ്തിട്ടാണ് അവർ നമ്മളിത് കയറ്റി വിടുന്നത്. ആക്ച്വലി ഈ റൈഡ് വരുന്നത് 1.5 കിലോമീറ്ററോളം ഇതിൻ്റെ റൈഡിന് ദൂരമുണ്ട്. ഇതിന് ആക്ച്വലി എന്ന് വെച്ചാൽ 40 കിലോമീറ്റർ സ്പീഡ് വരെ റീച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.
Oh, it's topped. Yeah, it keeps coming. Oh, okay. Just so like if there's heaps of carts here, it doesn't like bang into Okay, other cool, ones. cool. How's that? Good fun? Yeah, it's good. പിന്നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ സ്കീ ലിഫ്റ്റിനെയും ഓരോ പേരുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കോസി ചെയർ എന്നാണ് അതിനെ പറയുന്നത്. ഇതാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്തേക്കുള്ള ലിഫ്റ്റിംഗ്. ഏറ്റവും ഹൈറ്റ് കൂടുതലായിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റും കൂടി ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടം. ഇതാണ് ഈഗിൾസ് നെസ്റ്റ്, ഓസ്ട്രേലിയയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഇത് സമ്മർ ടൈമിലും വിൻ്റർ ടൈമിലും വർക്കിംഗ് ആണ്. സമ്മർ ടൈമിൽ ചില സമയത്ത് മാത്രമാണ് വർക്കിംഗ് ഉണ്ടാവുക. Tired? Okay. ഈ കണ്ട അച്ഛനും മകനും ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പം പിന്നീട് മനസ്സിലായ ഞാൻ വന്ന അതേ ബസ്സിൽ തന്നെയാണ് അവരും വന്നത്. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അറിയില്ല, അവർ ഹോങ്കോങ്ങിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ആക്ച്വലി ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലാം അവർ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഓരോ സ്ഥലങ്ങളും ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പൊക്കെ കയറാമെന്ന് വെച്ചാൽ സ്കീയിങ്ങിൻ്റെ ബൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഴാൻ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ആക്ച്വലി ഇവിടെ പണ്ടത്തെ സ്കീയേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവിടെ വച്ചിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് തന്നെ 2 തട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകളിലേക്കുള്ളത് ഈഗിൾസ് നെസ്റ്റ് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ലെവലിൽ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓസ്ട്രേലിയയിൽ വെച്ച് നോക്കുമ്പോൾ. ഓസ്ട്രേലിയയിൽ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റും ആൽക്കഹോളും കൂടി സെർവ് ചെയ്യുന്നതാണ്. ബേസിക്കലി നമ്മൾ ഫുഡ് കഴിക്കാൻ മാത്രമല്ല ആൽക്കഹോളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽക്കഹോൾ വേണമെങ്കിൽ എടുക്കാം, ഫുഡും എടുക്കാം. അതുകൂടാതെ ടീ, കോഫി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്ച്വലി ഫുള്ളി പാക്ഡ് ആണ്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ആക്ച്വലി ഇവർ പറയണത് സ്വിറ്റ്സർലാൻഡ് വ്യൂ എന്നുള്ള രീതിയിലാണെന്ന് വെച്ചാൽ ആ മൗണ്ടൻ റേഞ്ചസ് ഫുള്ള് സ്നോ വീണ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പലരും പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ആ ഫുൾ സ്നോ വീണ് കിടക്കുന്ന ഒരു ലെവലിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും വരുമ്പോൾ കുറച്ച് ഏരിയ കവറായി, കുറച്ച് ഏരിയ കവറല്ലാത്ത രീതിയിലൊക്കെ കിടക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ഈഗിൾസ് നെസ്റ്റ് എന്നുള്ളതിൻ്റെ അടിയിൽ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട്. ആക്ച്വലി മറ്റത് മുകളിൽ ഇത് താഴ്ത്തുന്നതെന്ന് വെച്ചാൽ ഇവർ ആ ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 ലെയറിലായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതും ഭയങ്കര വ്യൂ ആണ്. ഇവിടെ നിന്നും സെയിം വ്യൂ തന്നെ കിട്ടുക. പക്ഷേ മറ്റത് ഏറ്റവും ഹൈറ്റ് കൂടുതലായിട്ടുള്ള റെസ്റ്റോറൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ. Hey, sorry to bother you. അപ്പോൾ പിന്നെ എന്തോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇതാണ് ഈ സ്കീലാണ് നമ്മളിങ്ങനെ വന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ കയറുണ്ടാവുന്നത് ഇതിൻ്റെ അകത്തേക്ക് എപ്പോഴും. Sorry. I'll get a coffee by myself. It's okay. ഇത് നമ്മൾ നിന്ന റെസ്റ്റോറൻറ്റിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഓസ്ട്രേലിയ ഏറ്റവും ലിഫ്റ്റഡ് പോയിൻ്റ്, അതായത് സ്കീയിങ്ങിനൊക്കെ വരുമ്പോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ബെല്ലടിക്കണം എന്നുള്ളൊരു ആചാരം മാതിരിയും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു അസാധ്യ വ്യൂ ആണ് നമ്മൾ ഈ മൗണ്ടൻ റേഞ്ചസിൻ്റെ കിട്ടുന്നുണ്ടാവും. ഇത്രയും വലിയ ഹൈറ്റിലേക്ക് വന്നുമ്പോൾ ഇവിടെ നമുക്ക് സ്കീ ചെയ്തും താഴത്തേക്ക് പോകാം. അപ്പോൾ പല റണ്ണുകളുണ്ട്, അതായത് ഗ്രീൻ റൺ, ബ്ലൂ റൺ, പിന്നെ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രീൻ റണ്ണാണ്. Coming through. Hey, how are you? Good. Good. Trying to get hold on to Are things. you filming yourself? Yeah. Have a nice Yeah. day. Get have fun. Light follows.
ആക്ച്വലി ഇതാണ് ഗൊണ്ടോളാസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടുത്തെ സ്റ്റാഫ് തന്നെ നമ്മളെ സഹായിക്കും സ്കീ എല്ലായിടത്തും ഇങ്ങനെ പുറത്തിങ്ങനെ കുത്തി വെക്കാനായിട്ട്. ആക്ച്വലി അങ്ങനെയാണ് നമ്മളിതിനകത്ത് കയറുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഡോറ് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പേസ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ അടഞ്ഞു പോകും. ആക്ച്വലി ഇതൊരു ഗ്ലാസ് ഗ്ലോബിൻ്റെ അകത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് 360 ഡിഗ്രി വ്യൂ തരും. ഉള്ളിലിരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി വ്യൂ തരും. നമുക്ക് ചുറ്റും കാണാൻ പറ്റും ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ഏരിയകളെല്ലാം കാണാനായിട്ട്. But is it the T-bar close to the ground or no? Yeah, top. Up top. So you hold the gear and then go up. No, yeah. So we were putting the skis and then we hold it. So it slides us up. ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന ആൽപൈൻ കോസ്റ്റർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒച്ചയെടുത്ത് ഇങ്ങനെ റൈഡിൽ കൂടി പോണതും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഇതെടുത്ത് കഴിയുമ്പോൾ തന്നെ. ഇങ്ങനെ ഗണ്ടോല എടുത്തു കഴിഞ്ഞ് ചെല്ലുന്നത് നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇവിടെയും റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്. പിന്നെയും ഇവിടെ നിന്നും നമുക്ക് വേറെ മൗണ്ടൻ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ വേറെ മലയുടെ മുകളിലേക്ക് സ്കീയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് പാസും പിന്നെ നമ്മൾ ടീ ബാർ എന്നാണ് പറയുക. അതിനെ നമ്മളിങ്ങനെ വലിച്ച് നമ്മൾ സ്കീ ചവിട്ടി നിന്നാൽ മതി, അതിങ്ങനെ തെന്നിച്ച് കൊണ്ടുപോകും. ഇവിടേക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റും ടെമ്പറേച്ചറൊക്കെ മാറുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച തുടങ്ങിയായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ തണുപ്പ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എപ്പോഴും. അപ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും നല്ല സ്നോഫോൾ ആയി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ആൻഡ്ലറൊക്കെ വെച്ചിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി കാപ്പി കുടിക്കാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല തിരക്കും കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡും ഈ പറഞ്ഞ മാതിരി ലിക്കറോ അല്ലെങ്കിൽ കോഫി അപ്പം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂവും നല്ല ഭംഗിയായിരുന്നു. നല്ല മഞ്ഞൊക്കെ വീണ് ഐസായിട്ട് ഇറങ്ങണം, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.